ത്തിന് നാൾ വഴികളെ നമുക്ക് എങ്ങനെ വിവരിക്കാം? അഭിലാഷ്, പ്രോസിക്യൂഷനെ സംബന്ധിച്ചും ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചും അഭിമാനാർഹമായ മുഹൂർത്തം തന്നെയാണ്. കാരണം ഈ കേസിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഇതിൻ്റെ ഓരോ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങൾ, ആ കൊലപാതകത്തിൻ്റെ ഓരോ ചുരുളുകളും അഴിയുമ്പോഴും അപ്പോഴും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് എങ്ങനെ ഇതിനൊരു തെളിവുകൾ കണ്ടെത്താൻ കഴിയും, എങ്ങനെ പോലീസിന് ഇത് കോടതിയിൽ തെളിയിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. ഏതായാലും പോലീസ് സമർപ്പിച്ച, ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ, തെളിവുകൾ ഒക്കെ കോടതിയിൽ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. ഗ്രീഷ്മ കഷായത്തിൽ വിഷം, കീടനാശിനി കലർത്തി ഷാരോണിന് നൽകി, അതാണ് ഷാരോണിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന പ്രോസിക്യൂഷൻ അമലാണ് കോടതിയിൽ വിധി പ്രസ്താവം കേട്ടത്. അമൽ, നമുക്ക് വിധിയുടെ വിശദാംശങ്ങൾ വേണം. അമൽ. അഭിലാഷ്, ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട വിധി വന്നിരിക്കുന്നു. ഈ വിധി എന്ന് പറയുന്നത് കേസിലെ ഒന്നാം പ്രതിയായ ഗ്രീഷ്മ, അതോടൊപ്പം തന്നെ കേസിലെ രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ, ഈ രണ്ടുപേരും കുറ്റക്കാരാണ് എന്ന് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കേസിലെ മൂന്നാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മയുണ്ട്, സിന്ധുവിനെ കോടതി വെറുതെ വിടുകയാണ്. തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നു എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കുന്നത്. ഇവർക്കുള്ള ശിക്ഷ എന്ത് എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകും. ഇവരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ വിധി കേൾക്കാനായി കോടതിയിലേക്ക് എത്തിയിരുന്നു. ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും ഈ വിധി കേൾക്കുന്ന സമയത്ത് കോടതിയിലുണ്ടായിരുന്നു. നിർവികാരരായി നിന്ന് വിധി കേട്ട് അവർ കോടതിയിൽ നിന്ന് മടങ്ങുകയാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയെ വെറുതെ വിട്ടതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ തെളിവ് നശിപ്പിക്കുന്നതിന് അമ്മാവനെ സഹായിച്ചു എന്നുള്ളതാണ് ഈ സിന്ധുവിനെതിരെ ഉണ്ടായിരുന്ന കുറ്റം. ആ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഒന്നാം പ്രതി കൊലപാതകമടക്കമുള്ള കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയാണ് കോടതിയുടെ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. അഭിലാഷ്, ശിക്ഷാവിധി എപ്പോൾ പ്രഖ്യാപിക്കും എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ട്, ചുമത്തിയിരിക്കുന്ന എല്ലാ വകുപ്പുകളിലും എല്ലാ കുറ്റങ്ങളിലും കുറ്റക്കാരിയാണ് ഗ്രീഷ്മ എന്നുള്ളതാണോ ഉത്തരവ്? ഗൂഢാലോചന, അതോടൊപ്പം തന്നെ കൊലപാതകമടക്കമുള്ള കുറ്റങ്ങൾ ഗ്രീഷ്മയ്ക്കെതിരെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ, കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാൻ കഴിയും. എന്തായാലും അമ്മയെ വെറുതെ വിട്ടു, മറ്റ് രണ്ടാളുകളും പ്രതികൾ. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അമ്മാവനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം ആദ്യം ഈ കേസ് അന്വേഷണത്തിൻ്റെ സമയത്ത് ഈ കൊലപാതകത്തിലടക്കം അമ്മാവൻ്റെ പങ്ക് സംശയിച്ചിരുന്നു. പക്ഷേ അമ്മാവനെതിരെ തെളിയിക്കാൻ പറ്റിയിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് തെളിവ് നശിപ്പിക്കലാണ്. അതായത് ഈ കഷായം കലക്കി ഗ്രീഷ്മ ഷാരോണിന് നൽകിയ ഒരു കുപ്പിയുണ്ട്. ആ കുപ്പി സമീപത്തുള്ള ഒരു തോട്ടിൽ ഉപേക്ഷിച്ചത് ഈ അമ്മാവനാണ്. അമ്മാവൻ കൃത്യമായി തന്നെ അമ്മയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ ഗൂഢാലോചന നടത്തി എന്നുള്ള കാര്യത്തിൽ അമ്മയ്ക്കെതിരെ കൃത്യമായി തെളിവ് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ അമ്മയെ വെറുതെ വിടുന്നു. പക്ഷേ ഈ തെളിവ് നശിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച